എന്തുകൊണ്ടാണ് കർത്താവ് ഇവരോട് അതരുത്, അതെടുക്കണ്ട കേട്ടോ, ഇതെടുക്കണ്ട, ഇത് കൈ പിടിക്കണ്ട, ഇത് എടുക്കണ്ട എന്നൊക്കെ പറയുന്നതിന് കാരണം എന്നറിയാമോ? രണ്ടർത്ഥങ്ങളാണ്. ചിലതിനോടൊക്കെ അകലം പാലിക്കുമ്പോൾ നീ നിന്നിൽ തന്നെ കരുത്തനാവുകയും. ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒത്തിരി കാര്യങ്ങളും ഒത്തിരി പേരും നമ്മുടെ ചുറ്റിലില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ നമ്മളിൽ തന്നെ കരുത്ത് കണ്ടെത്താൻ തുടങ്ങുകയാണ്. അതുകൊണ്ടല്ലേ ഒറ്റയ്ക്ക് വളരുന്ന മരങ്ങൾക്ക് കുറച്ചുകൂടെ കരുത്ത് കാണുമെന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ. കാരണം പിന്തുണയ്ക്കാനും സപ്പോർട്ട് ചെയ്യാനും ആരും ഇല്ലായിരുന്നു. എന്നിട്ടും അത് ഒറ്റയ്ക്ക് വളർന്ന് കാറ്റിനെയും മഴയെയും അതിജീവിച്ച് നിൽക്കുകയാണ്. അപ്പൊ ചില നേരങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് നിൽക്കാനും ഒക്കെ പഠിക്കണമെന്ന് അർത്ഥമുണ്ട്. ഒപ്പം തന്നെ ചിലതിനോടൊക്കെ നീ ആശ്രയം വെക്കാനിരുന്ന മടിശീല, പണസഞ്ചി, നീ ആശ്രയം വെക്കാനിരുന്ന വടി, നീ ആശ്രയം വെക്കാനിരുന്ന പാദരക്ഷ, അതിനോടൊക്കെ അകലം പാലിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിന്റെ ആശ്രയം നീ എവിടെ വെക്കും? കർത്താവിൽ വെക്കും. കർത്താവിൽ ആശ്രയം വെക്കുന്നവർ, അവരുടെ ഗുണം അവര് ലക്ഷ്യസ്ഥാനത്തെത്തുക തന്നെ ചെയ്യും. കർത്താവിലല്ലാതെ മറ്റിലെന്തെങ്കിലും ആശ്രയം വെച്ചാൽ എന്ത് പറ്റുന്നറിയാമോ? തീ കൊളുത്തുകയും തീക്കൊള്ളികൾ മിന്നിക്കുകയും ചെയ്യുന്നവരെ, നിങ്ങൾ കൊളുത്തിയ തീയുടെയും മിന്നിച്ച തീക്കൊള്ളിയുടെയും പ്രകാശത്തിൽ സഞ്ചരിച്ചു കൊള്ളുവിൻ, നിങ്ങൾ പീഡനമേറ്റു തളർന്നു കിടക്കും. അതായത് തീയിലും തീക്കൊള്ളിയിലും ആശ്രയം വെക്കുന്നവരെ, ഈ ഭൂമിയിലെ പ്രകാശത്തിൽ അഭയം തേടുന്നവരെ നിങ്ങൾ എന്ത് പറ്റും? നിങ്ങൾ തളർന്നു വീഴും. എന്നാൽ ഇരുട്ട് പടരുമ്പോഴും കർത്താവിൽ ആശ്രയം വെക്കുന്നവൻ അവൻ മുന്നോട്ട് നടക്കുക തന്നെ ചെയ്യും.